സോറി കുറച്ച് ലേറ്റ് ആയി പോയി. ഇത് കൂടി ഭയങ്കര ഷോപ്പിംഗ് ആണല്ലോ. നിന്റെ ആ പഴയ പിശുക്കൊക്കെ അങ്ങ് മാറിയോ? പിടിച്ചോ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഓക്കെ? ഇത്രയും വില കുറവോ? ഓട്സിന് ഇത്രേ ഉള്ളൂ, ഇതിനൊക്കെ ഇത്രേ ഉള്ളൂ, ഷാംപൂന് ഇത്രേ ഉള്ളൂ, കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. വടക്കാഞ്ചേരി അങ്കിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത്. പാലക്കാട് സ്വദേശി മുഹമ്മദ് അഷ്റഫിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരി ഫാത്തിമ സുഹറ പോലീസിൽ പരാതി നൽകി. മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും ശാസ്ത്രീയമായി പരിശോധിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ജനുവരി 16-നാണ് പാർലിക്കാട് പത്താംകല്ല് സ്വദേശി മുഹമ്മദ് അഷ്റഫിനെ യങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വെറുമൊരു അപകടമല്ലെന്നും കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. ജനുവരി 13-ന് വീട്ടിൽ നിന്നിറങ്ങിയ അഷ്റഫിനെ 15-ാം തീയതി രാത്രി പലരും വടക്കാഞ്ചേരിയിൽ വെച്ച് കണ്ടതായി സഹോദരി ഫാത്തിമ സുഹറ നൽകിയ പരാതിയിൽ പറയുന്നു. എപ്പോഴും തിരക്കുള്ള യങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം മൃതദേഹം കണ്ടെത്തിയ ഇടത്ത് രക്തക്കറകളോ ബലപ്രയോഗം നടന്ന ലക്ഷണങ്ങളോ ഇല്ലായിരുന്നു എന്നത് സംശയം വർദ്ധിപ്പിക്കുന്നു. മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണോ എന്ന് പോലീസ് പരിശോധിക്കണമെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആവശ്യം. അഷ്റഫിന്റെ ഫോൺ രേഖകൾ, ടവർ ലൊക്കേഷൻ, പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ മരണത്തിന് മുമ്പ് ആരുടെയൊക്കെ കൂടെയായിരുന്നുവെന്നതിൽ വ്യക്തത വരുമെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മുറിവുകളും സംഭവസ്ഥലത്തെ സാഹചര്യങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും നഖത്തിനിടയിലെ സാമ്പിളുകൾ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനകൾ വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. നീതി തേടി ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കാനൊരുങ്ങുകയാണ് ഈ കുടുംബം.